വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മളിപ്പോഴുള്ളത് ആലത്തൂർ മണ്ഡലത്തിൽ കുഴൽമന്നത്താണുള്ളത്. കുറേയധികം കർഷകർ, പൊതുപ്രവർത്തകർ ഒക്കെ നമ്മൾക്കൊപ്പം ചേർത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറിയൊക്കെ അടിച്ച് രാവിലെ അങ്ങോട്ടാ ഇങ്ങോട്ട് വന്ന് തന്നെയാണ്. ആണോ? തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ ലക്ഷ്യം? പ്രചരണം. എന്താ പരിപാടി? ഇവിടെ വന്നാണ് കുഴൽമന്നത്തുകാരൻ തന്നെയാണ്. ഇവിടെ കണ്ടപ്പോൾ അങ്ങനെ വന്നത്. ഞാൻ ബാങ്കിലെ ജീവനക്കാരനാണ്. ബാങ്കിലെ ജീവനക്കാരനാണ്. മൊത്തത്തിൽ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? 3 വർഷമായിട്ട് DA കിട്ടിയിട്ടില്ല. ഏതിന്റെ DA? കുഴൽമന്നം സഹകരണ ജീവനക്കാരുടെ. സഹകരണ ജീവനക്കാർക്ക് 1 രൂപ പോലും ഗവൺമെന്റിന് ഒരു നഷ്ടവും ഇല്ല. ഖജനാവിൽ നിന്ന് 1 രൂപ പോലും നഷ്ടമില്ലാത്ത സഹകരണ ബാങ്കിൽ നിന്ന് DA കിട്ടുന്നില്ലേ? 3 വർഷമായിട്ട് DA പ്രഖ്യാപിച്ചിട്ട്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് പ്രൈവറ്റ് കമ്പനി. നമ്മളെന്താ ചെയ്യുന്നത്? കർഷകർക്ക് എങ്ങനെ ഇപ്പൊ നല്ല കാലമാണോ? ആകെ ദുരിതത്തിന്റെ ദുരിതമാണ്. കഴിഞ്ഞ 2ാം വിളയ്ക്ക് സംഭരിച്ച നെല്ലിന്റെ പൈസ പോലും ഇപ്പോഴും കൊടുത്തു തീർത്തില്ല പൂർണ്ണമായിട്ട്. ഈ 1ാം വിള കഴിഞ്ഞ 1ാം വിളന്റെ പൂർണ്ണമായിട്ടില്ല. 2ാം വിളയ്ക്ക് എന്ത് പൈസ കിട്ടുന്നുള്ള ഒരു ഉറപ്പുമില്ല. ആണല്ലേ ചേട്ടാ? ഒന്ന് അടുത്തോട്ട് വന്നേ. 2ാം വിളയ്ക്ക് എന്ത് പൈസ കിട്ടുമെന്ന് ഉറപ്പില്ല. കർഷകരുടെ ഒരു പ്രതിഷേധം ശക്തമാണോ ഈ ഭാഗത്ത്? അതിശക്തമാണ്. അതിശക്തമായി കൊണ്ടിരിക്കുകയാണ്. കർഷകർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും പ്രഹസനങ്ങൾ നടത്തി മന്ത്രിമാർ ഇപ്പോൾ നേരിട്ട് മുഖാമുഖം എന്ന് പറഞ്ഞ് കലക്ടറേറ്റ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഞങ്ങൾ പ്രഖ്യാപിച്ചു നടപ്പിലാക്കി എന്നവർ പറയുന്നില്ല. എല്ലാം ഇലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കാം, എല്ലാം ശരിയാക്കാന്ന് പറയല്ലാതെ യാതൊരു തരത്തിലുള്ള നടപ്പിലാക്കിയ റിപ്പോർട്ട് അവർ പറയും. കർഷകരുടെ പ്രധാന പ്രശ്നം എന്താ? PRS വഴിയൊക്കെ പണം കിട്ടുന്നില്ലേ? ഇപ്പൊ നെല്ല് മുഴുവൻ വിളഞ്ഞ നെല്ല് മുഴുവൻ സംഭരിക്കുമെന്ന് സപ്ലൈകോ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ നെല്ല് സംഭരിച്ച ഒരാഴ്ചക്കകം PRS, അത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം പേയ്മെന്റ് വരുന്നത്. നാളെ ഇതുവരെ യാതൊരു നടപടി ആയിട്ടില്ല. എന്താ അവസ്ഥ? അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കന്നി മൈറോൺ കൊയ്ത്താണ്. ഇവര് ജൂലൈ സെപ്റ്റംബർ ആകുമ്പോഴാണ് എല്ലാം മില്ലൊക്കെ അലോട്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും തുടർച്ചയായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പ്രൊസീജിയറാണ്. പക്ഷെ ഇത് ഒരിക്കലും കൊയ്യുന്നതിന് മുമ്പ് മില്ലുമായിട്ട് ഒന്നും ചെയ്യില്ല. സ്വകാര്യ മില്ലുകളെ സഹായിക്കാനുള്ള നിലപാടാണ് ഈ സർക്കാർ. നമ്മള് നെല്ല് പറയുന്നത് 6 മാസമാകും ഇത് വിളയെടുക്കണമെങ്കിൽ. ഈ 6 മാസം കഴിഞ്ഞിട്ട് വേണം ഇതിനെ കയറ്റി വിടണമെങ്കിൽ നെല്ല് ഇവിടെ മില്ലിലേക്ക്. അവിടെ നിന്ന് ഇവര് ഡിലേ ആക്കുമ്പോൾ 1 വർഷത്തിന്റെ കഴിഞ്ഞ ഒരു ഇതില് 1 വർഷമായിട്ടുണ്ട് പൈസ കിട്ടാൻ. സാധാരണപ്പെട്ട ഒരു കൃഷിക്കാരെ എങ്ങനെ പിടിച്ചു ഒരു വർഷം പിടിച്ചു നിൽക്കേണ്ട വന്നിട്ടുണ്ട്. ഈ ചൂടും വെള്ളം ഇല്ലാത്തതും പ്രശ്നമുണ്ടോ? ചൂട് വെള്ളമല്ലല്ലോ ഇത് വേണ്ട സാർ. ഈ കാർഷിക ക്ഷേമ പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ കോടിക്കണക്കിന് റുപ്യ വകയിരുത്താൻ നല്ലത്. അത് ശരിയായ വിനിയോഗം നടത്തുന്നില്ല. ആരുടെ വീഴ്ചയായിട്ടാണ് കണക്കൂട്ടുന്നത്? ഇത് സർക്കാരുകളുടെ വീഴ്ച തന്നെയാണിത്. സർക്കാരുകളുടെ വീഴ്ചയും ഇതിലെ കൃഷി വകുപ്പ് അവരുടെ വീഴ്ച തന്നെയാണ്. ഇത് അവരുടെ വീഴ്ച. കോടിക്കണക്കിന് റുപ്യ ബഡ്ജറ്റ് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ വീഴ്ചയല്ല, ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് വീഴ്ച തന്നെയാണ്. കാരണം വ്യക്തമായിട്ട് പറയാൻ കാരണം കൃഷിക്കാരന് അനുവദിച്ച താങ്ങുവില അവിടുന്ന് 1 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഈ സർക്കാർ ഇവിടെ വന്നിട്ട് 1 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്ന് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർഷകനെ സാമ്പത്തികമായിട്ട് എത്ര ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കൃഷിക്കാരെ ഒരു സീനിയർ സിറ്റിസൺ ചേട്ടനുണ്ട്. ഒന്ന് വന്നാട്ടെ ചേട്ടാ വന്നാട്ടെ. എന്താ നമ്മുടെ പേര്? ഈ കുമാരേട്ടനെ കാണുമ്പോഴേ ഈ ശരിക്കും പറഞ്ഞാൽ പാലക്കാട്ടൊക്കെ വന്നിട്ട് നമ്മൾ ആദ്യകാലത്തൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു നാട്ടിൻപുറത്ത് പോയാൽ കാണുന്ന ഒരു ചേട്ടനാണ് കൃത്യം അല്ലേ? ആ ഒരു ചിരിയും ആ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ട്. ചേട്ടാ എന്താ കൃഷിയാണോ പണി? കൃഷിപ്പണിയാ. ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടി തന്നെ ആണല്ലേ? പൊതുവെ ഇവിടെ എങ്ങനെ സാധ്യത? രമ്യ ഹരിദാസ് ആണോ അങ്ങനെ പോണു, അതോ നമ്മുടെ രാധാകൃഷ്ണനാണോ? ആരാ സാധ്യത? അതൊന്നുമില്ല. മത്സരം ശക്തമായിരിക്കും അല്ലേ? ആരെ ജയിക്കാനാ സാധ്യത? ആര് ജയിക്കാനെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നല്ല മത്സരമാണ് അല്ലേ? ഓക്കെ. രാവിലെ ഭക്ഷണം കഴിച്ചോ? ഇല്ല. രാവിലെ അമ്പലത്തിൽ പോയെന്ന് തോന്നുന്നു. അമ്പലത്തിൽ തൊഴുതിട്ട് വന്നു. രാവിലെ എല്ലാ ദിവസം അമ്പലത്തിൽ പോകും, തൊഴുവും വരും അല്ലേ? വയസ്സുകാലത്ത് അതെല്ലാം ഒരു പുണ്യമുണ്ട്. വയസ്സൊന്നും ആയിട്ടില്ല. ആരാ പറഞ്ഞ വയസ്സായത്? 75 കഴിഞ്ഞു. ചുമ്മാ പറയുന്ന 75 45 ഒരു 50 പിടിക്കും. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി കാണാം ചേട്ടാ. താങ്ക് യു. അപ്പൊ ചൂട് കൂടുതലാ. ആരോഗ്യമൊക്കെ നന്നായി നോക്കി അപ്പൊ ഉഷാറാവാം. അപ്പൊ ഞാൻ അങ്ങോട്ട്